നമ്മൾ ഇന്നലത്തെ ഹർത്താലിനെ സംബന്ധിച്ച് നമ്മൾ ഇന്നൊരു ചർച്ച നടത്തിയിരുന്നു, വിശദമായ ചർച്ച. ആ വിശദമായ ചർച്ചയുടെ നമ്മുടെ ടോപ്പിക് ഇതായിരുന്നു, ദളിത് ഹർത്താലിനോട് അയിത്തം എന്തിന് എന്നുള്ളത്. നമ്മൾ ചൂണ്ടിക്കാണിച്ചത് ആ ഹർത്താലിനോട് നമ്മുടെ പൊതുസമൂഹം കാണിക്കുന്ന ഒരു അയിത്തത്തെക്കുറിച്ച്. അതായത് ദളിത് ഹർത്താൽ എപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ സമരങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമത്തെക്കുറിച്ചാണ്. പക്ഷേ നമ്മൾ പറഞ്ഞ് ആ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ഏതാണ്ട് ഒരു അരമണിക്കൂർ പോലും ആകുന്നതിന് മുമ്പ് നമ്മളെ കൊണ്ട് മാറ്റി പറയേണ്ട അവസ്ഥ സമരക്കാർ വരുത്തി വെച്ചു. എന്തോ ഒരു പ്രശ്നങ്ങളാണ്, പല അരാജകത്വമാണ്. അതിനകത്ത് പലർക്കും നേരത്തെ ഇത്തരം സമരം നടത്തുന്നത് മുൻപരിചയമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ കിട്ടിയ ആവേശം അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. വഴി കണ്ട കട പൊട്ടിക്കാനും ആളെ കൈയേറ്റം ചെയ്യാനും ചീത്ത വിളിക്കാനും എല്ലാവരും ഇത് ഉപയോഗിച്ച് കുറേ പേര്. നമ്മൾ പറഞ്ഞതെന്താ, നമ്മൾ പറഞ്ഞത് CPM-ഉം കോൺഗ്രസോ അതുപോലത്തെ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളോ ഏതെങ്കിലും സമുദായ നേതാക്കളോ ഏതെങ്കിലും ജാതി മത സംഘടന, അതായത് വരേണ്യവർഗ സംഘടനകളോ ഹർത്താലിന് ആഹ്വാനം ചെയ്താൽ ജനം അടങ്ങി ഒതുങ്ങി സഹകരിക്കും, ഒറ്റ ഒരാൾ വെളിയിലിറങ്ങില്ല. എന്നാൽ ദളിത് വിഭാഗക്കാർ ആഹ്വാനം ചെയ്ത ഒരു ഹർത്താൽ, അവരുടെ കൂട്ടത്തിലുള്ള ഒരു പയ്യൻ മരിച്ചുപോയതിന് അന്വേഷണം ആവശ്യപ്പെട്ട് ന്യായമായ കാര്യത്തിൽ അവർ ആഹ്വാനം ചെയ്തൊരു ഹർത്താൽ, ആ ഹർത്താൽ നമ്മുടെ നാട്ടുകാർ കണ്ടില്ലെന്നടിക്കുന്നു, അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ടോക്കിൻ്റെ പോയിന്റ്. അതെ, അതിനകത്ത് ആ കാര്യം സത്യവുമാണ്. പക്ഷേ പിന്നീട് അങ്ങോട്ട് നമ്മൾ സംഭവിച്ചത് നമ്മൾ അത്ഭുതത്തോട് നോക്കിക്കൊണ്ടിരുന്നു. അതിന്റെ മൂലകാരണം മാനുഷിക പരിഗണനയില്ലാത്ത രീതി തന്നെയാണ് അവർ ഇത് ഇത്രയും അരാജകത്വം ഉണ്ടാകാനും അക്രമം ഉണ്ടാകാനും കാരണമായ അതിന്റെ മൂല കാരണം നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞു. മിനിഞ്ഞാന്ന് തന്നെ വ്യാപാരി വ്യവസായി സംഘടനകൾ ഈ ഹർത്താലിനെതിരെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് ഒരു പ്രസ്താവന, ഞങ്ങൾ കട തുറക്കും എന്ന് അവർ ഒരു പ്രസ്താവന. അപ്പോൾ ഈ ദളിത് സംഘടനകൾ അക്രമാസക്തരായി. അല്ല, ഇന്നലെ തിരുവനന്തപുരത്ത് ചില കടകളിലൊക്കെ ഇവർ കയറി നടത്തുന്ന അതിക്രമം കാണുമ്പോഴേ ഒരു വാച്ച് കടയിലും കണ്ടാണ് തിരുവനന്തപുരത്തുള്ള നഗരത്തിൽ തന്നെയുള്ള ഒരു കടയിൽ ചെന്ന് ഒരു ബഹളം വയ്ക്കുമ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഭയം ഒറ്റയ്ക്ക് വരെ നേരിടുന്നത്. അവൻ നല്ല തെറി പറഞ്ഞു. അതെ, അവൻ്റെ ഒരു രക്ഷയില്ല. അവനവരോട് ഇവർ ഭീഷണിപ്പെടുത്തുന്ന അടിക്കാൻ വടിയൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷേ അവൻ വിടുന്നില്ല. പക്ഷേ ദയനീയ കാഴ്ചകൾ മുഴുവൻ ഉണ്ടായത് പത്തനംതിട്ടയിൽ. അതെ, അതിനകത്ത് റാന്നിയിൽ ഒരു പാവപ്പെട്ട ഒരു ഭിന്നശേഷിക്കാരൻ, അദ്ദേഹം കാറിൽ വരികയാണ്. കാറിൽ വരുമ്പോൾ ഇവർ കാറ് തടയും. അപ്പോൾ ഇദ്ദേഹം എന്തോ കാർ മുന്നോട്ട് എടുക്കാനൊറ്റ ശ്രമിച്ചെന്നവർ. അപ്പോൾ ഇദ്ദേഹം വന്ന് ഈ കാറിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇരിക്കുന്നുണ്ടെ ഒരാൾ വന്നിട്ട് ഇയാളോട് ചോദിച്ചിട്ട് അയാളെ ചെവുക്കല്ല് നോക്കി അടിക്കുക. ഒറ്റ അടി കൊണ്ട മനുഷ്യൻ ആ അടി കൊണ്ട കവിൾത്തടം അങ്ങനെ ഈ ഇടതെ ചെള്ളയ്ക്കാണ് അടി കൊള്ളുന്നത്. അങ്ങനെ അതും പൊത്തിപ്പിടിച്ച ആ കാറിന് മുന്നിൽ ഇറങ്ങി നിൽക്കുന്ന ദയനീയമായി അപ്പോഴും ഇവർ കൊടിയും കമ്പും ഒക്കെ ആയിട്ട് ഒന്ന് ഭീഷണിപ്പെടുത്തുക. ഇവർ ഈ സമരം ഇത്തിരി അക്രമാസക്തമായ രീതിയിൽ നടത്താൻ വേണ്ടി കുറേ സാമൂഹിക വിരുദ്ധങ്ങളെ കൂട്ടുപിടിച്ചാണ്. കാരണം ഇവരെ പല കക്ഷികളും നുഴഞ്ഞു കയറിയിട്ടുണ്ട്, പലരുടെയും കൊടികൾ വന്നിട്ടുണ്ട് അതിനകത്ത്. അതാണ് പല തീവ്രവാദ സ്വഭാവമുള്ള പല സംഘടനകളുടെയും കൊടികൾ അതിനകത്ത് വന്നു, അവരിതിനകത്ത് വലിഞ്ഞു കയറി. പണ്ട് യുവമാർക്ക് ഒരു സോക്കേടുണ്ടായിരുന്നു, ഇതുപോലെ എവിടെയെങ്കിലും ഒരു ഈ ജനകീയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നിടത്തെല്ലാം വലിഞ്ഞു കയറി പ്രശ്നം ഉണ്ടാക്കുക, കലാപം നടത്തുക ഒരു സ്ഥിരം രീതിയാണ്. അത് ആ രീതി എങ്ങനെയാണെന്ന് അറിയോ? എനിക്കറിയാം, പത്തനംതിട്ട ഉണ്ടായ സമയത്ത് 2-3 തുടർച്ചയായി അപകടം ഉണ്ടാക്കിയ വാഹനങ്ങൾ കത്തിച്ചു. ഒരു ദിവസം പന്തളത്തിനടുത്ത് ഒരു ബൈക്കിൽ വന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു പ്രൈവറ്റ് ബസ് ഇടിച്ച് പൂഴിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇടിച്ച് മരിക്കുന്നതിന് പിന്നാലെ എവിടെ നിന്നറിയില്ല ഈ ബസ് അങ്ങ് തീ വെച്ചു. പെട്ടെന്ന് ഒരു ആൾക്കൂട്ടം രൂപപ്പെടുന്നു, ബസ് തീ വയ്ക്കുന്നു. അപ്പോൾ അന്ന് പത്തനംതിട്ടയിലെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ചുമതല DSP അദ്ദേഹം മരിച്ചു, ജോർജ് വർഗീസ്. അപ്പോൾ അദ്ദേഹം അന്ന് എന്നെ വിളിച്ചിട്ട് ഒരു സൂചന തന്നു, വിശാഖ വളരെ ഗൗരവമാണ് കേസ്, തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ അവരുടെ മോഡസ് ഓപ്പറാണ്ടി മാറ്റിയിരിക്കുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോളുക, എവിടെ അപകടം നടന്നാലും അവരവിടെ വാഹനം കത്തിക്കാൻ തുടങ്ങി. ഇത് കേരളം ഒട്ടാകെ ഉണ്ടായി. അപ്പോൾ ഞാനിത് എന്നിട്ട് പുള്ളി എനിക്ക് കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇന്ന സംഭവങ്ങൾ നോക്കുക. അപ്പോൾ ഞാൻ ഇത് വെച്ച് വാർത്തയടിച്ചതിൻ്റെ പിറ്റേന്ന് ഇതേ സമാന സ്വഭാവമുള്ള കുറേ സംഭവങ്ങൾ വാർത്തയടിച്ച പിറ്റേന്ന് ഞങ്ങളുടെ ഓഫീസിന് മുമ്പിൽ എൻ്റെ കൈ വെട്ടു എന്ന് പറഞ്ഞൊരു പോസ്റ്റർ പ്രത്യക്ഷം. സ്വാഭാവികം, തൻ്റെ കൈ വെട്ടും എന്ന് പറഞ്ഞൊരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ വിവരം പോലീസിൽ അറിയിക്കുന്നു. ഒരാഴ്ച നമുക്ക് അവിടെ പോലീസ് ബീറ്റിട്ടു, കാവലിട്ടു. ഒരു SI സൈൻ 2 പോലീസുകാർ നമ്മുടെ ഓഫീസിന് മുമ്പിൽ കാവല. നമ്മൾ പോകുന്ന വഴിക്ക് എന്താ സംഭവം, ഈ വാർത്ത കൊടുത്തതിൻ്റെ പേരിലാണ്. അപ്പോൾ ഈ വാർത്ത എവിടെയോ കൊണ്ടുവന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു മോഡസ് ഓപ്പറാണ്ടി നമ്മൾ മനസ്സിലാക്കി അത് വാർത്ത കൊടുത്തു, അത് അവിടെയോ കൊണ്ടു എന്ന് പറഞ്ഞതുപോലെയാണ് ഇന്നലെ ഈ സംഘടനയിൽ വലിഞ്ഞു കയറി. അതുപോലെ തന്നെ ഈ ദളിത് സമൂഹത്തിൽ തന്നെ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുണ്ട്, അവരെ പറയുന്നില്ല. അപ്പൊ അവരും ഇതിനകത്ത് ഇന്നലെ കിട്ടിയ അവസരം വിനിയോഗിച്ചു. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുണ്ട്, ഒരു സ്ത്രീ വളരെ ചീത്ത വിളിക്കുന്നുണ്ട്, അവർ വന്നിരുന്നുണ്ട്, അങ്ങനെ അടങ്ങാനാടാന്ന് പറഞ്ഞാൽ വളരെ മോശമായ ഭാഷയിൽ അവർ ചീത്ത വിളിക്കുന്നുണ്ട്. ഇത് എല്ലാ കാര്യങ്ങളെയും നമ്മൾ ജാതീയമായി നോക്കി കാണുകയും, സത്യം പറഞ്ഞാൽ പാവം ആ കുട്ടിയുടെ മരിച്ച കുട്ടിയെ
ആളുകൾ അവസാനം അയാളെ വിമർശിക്കുന്ന തലങ്ങളിലേക്ക് കാര്യങ്ങൾ പോയി. ആ കുട്ടിയുടെ അച്ഛൻ വന്ന അവസാനം ഈ സമരം വേണ്ട നിർത്താൻ പറഞ്ഞിട്ട് പോലും അവസാനം ആ കുട്ടിയുടെ പേരിലേക്ക് ഇയാളെ തലയിൽ കുറ്റം വയ്ക്കുന്ന രീതിയിൽ പോലും ആൾ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചു തുടങ്ങി. അത് ഭയങ്കര ദയനീയമാണ്, കഷ്ടമാണ്. കാരണം അതിൻ്റെ ഭരണത്തിൽ നമുക്ക് നീതി വേണം, ഈ പ്രതികളെയൊക്കെ തന്നെ പിടിക്കണം, അവനെല്ലാം ജയിലിലിടണമെന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുമ്പോൾ ഈ ഇത്തരത്തിലുള്ള സമരം നടത്തി ആളെ വെറുതെ വെറുപ്പിക്കുകയാണ് ഇവർ. അതെ, അതുപോലെ വളരെ ദയനീയമാണ് ആ തിരുവല്ലയിൽ ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടുള്ള യുവാവിനെ തടഞ്ഞു നിർത്തിയിട്ട് എന്ത് അല്പത്തരമാണ് ഇവർ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇന്നലെ പോകത്തില്ലായിരുന്നു, നിങ്ങൾക്ക് നാളെ പോയിക്കൂടെ? ഇന്നലെ രാത്രി ചാനൽ ചർച്ചയിൽ ചാനൽ ചർച്ചയിലെ ഒരാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അയാൾക്ക് എന്തുകൊണ്ട് നേരത്തെ ഹോട്ടലിൽ തലേദിവസം വന്ന് മുറി എടുത്തുകൂടാന്ന്. അയാൾക്ക് ഹോട്ടലിൽ മുറി ഇയാൾ ബില്ല് പേ ചെയ്യൂ. അതെ, ഞങ്ങൾക്ക് നാളെ ഹർത്താലാണ്, നിങ്ങൾക്ക് അറിയത്തില്ല, എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നാണ് ചോദിക്കുന്നത്. ആ മനുഷ്യനെ ചോദിക്കുന്ന ചോദ്യങ്ങളും അതിന് അയാൾ പറയുന്ന ഉത്തരങ്ങളും എല്ലാം കൂടിയാണ് കേരള പൊതുസമൂഹം അതുവരെ ഈ ഹർത്താലിന് അനുകൂലമായിരുന്ന അതിൽ 90% അതെ എതിരായെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊക്കെ അങ്ങനെ ഒരു രാവിലെ ഒരു വാർത്ത കൊടുത്തു, ഈ ദളിത് സമൂഹത്തെ ഒറ്റപ്പെടുത്തുന്നതിന് നമ്മളൊരു വാർത്ത കൊടുത്ത നമ്മൾ പോലും ആ സമയം നമുക്ക് തന്നെ ഒരു കുറ്റബോധം അബദ്ധമായല്ലോ, നമുക്ക് തന്നെ തോന്നി ഒരു അബദ്ധമായി പോയല്ലോ ഇങ്ങനെ ഒരു സംഭവം ചെയ്തത്. ഇത് അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഒറ്റപ്പെട്ട ആൾക്കാരാണ്, ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിലും ശരി, ആ ചെയ്തത് ഒരിക്കലും നമ്മളെ ഒരു ഹർത്താലും ഇതൊക്കെ പ്രഖ്യാപിക്കാൻ പോകുമ്പോൾ അതിനൊരു കേന്ദ്രീകൃത ഏകോപനം വേണം. ഒന്നുമില്ലാതെ വഴി കണ്ട ഇത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹർത്താലില്ലേ ഈ തക്കം നോക്കി ഒരുപാട് സാമൂഹ്യ വിരുദ്ധന്മാരും രാജ്യവിരുദ്ധ ശക്തികളും ഇതിൻ്റെ കയറി പറ്റി കാണും. ഈ പരിപാടി നടത്തുന്നവന് ബോധം വേണ്ടത് പങ്കെടുക്കുന്നവൻ ആരാണൊക്കെ എന്നുള്ളത്. അത് PKS ഉം KPMS ഉം പോലുള്ള സംഘടന ഹർത്താലിൽ നിന്ന് മാറിയതാണ്. അതൊക്കെ മാറി നിന്നു. അതൊക്കെ മാറി നിന്നപ്പോഴാണ് ഈ എല്ലാ ജില്ലകളും കേന്ദ്രീകരിച്ച് തീവ്രവാദ സ്വഭാവമുള്ള രീതിയിലാണ് ഇത് അക്രമം തന്നെയാണ് ഇത് എല്ലായിടത്തും. കാരണം അവരെന്ത് വില കൊടുത്തു, അത് സ്ത്രീയാണോ, കുട്ടികളാണോ, രോഗിയാണോ, കണ്ണു കാണാത്തവനാണോ, ആരാണെങ്കിലും അവരെയൊക്കെ മർദ്ദിക്കുന്ന അവസ്ഥയിലേക്ക്. ഫേസ്ബുക്കിൽ നിന്നൊരു ഒരു ലേഡി ഒരു കുറിപ്പിട്ടിട്ടുണ്ട്. അവർ പറയുന്നത് അവരുടെ കുഞ്ഞമ്മ അടുത്ത ബന്ധു പ്രായമുള്ള സ്ത്രീ മരണം വീട്ടിൽ പോകുമ്പോൾ തടഞ്ഞു നിർത്തിയവര് അതുകൊണ്ട് റാന്നിയിലാണ് എരുമേലിയിൽ ആണെന്നല്ലേ, ഇത് നീ 4 മണി കഴിഞ്ഞിട്ട് പോയാൽ മതി എടി എന്ന് പറഞ്ഞെന്ന് ഇവര്. അത് എരുമേലിയിൽ ഇതുപോലെ ബന്ധുവീട്ടിനെ കാണാൻ പോകുന്ന ഒരു ലേഡി അവരിങ്ങനെ കരയുന്ന ഒരു ദയനീയ ചിത്രം. ഇതൊക്കെ കണ്ടപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്, നമ്മൾ രാവിലെ ഇരുന്ന് ഇവർക്ക് വേണ്ടി വാദിച്ചല്ലോ നമുക്ക് പോലും തോന്നിപ്പോയി. കാരണം ഈ ഹർത്താലിന് അവർ മുന്നൊരുക്കങ്ങൾ അവർ നേരത്തെ അതിന് വേണ്ട പബ്ലിസിറ്റി കൊടുത്തിരുന്നില്ല എന്നുള്ളത് സത്യമാണ്, മാധ്യമങ്ങളും കൊടുത്തില്ല. മാത്രമല്ല മെനിഞ്ഞാന്ന് എല്ലാവരും പുറത്തു വന്ന വാർത്ത ഇതിന് പണ്ട് തടയില്ല, കട തുറക്കാൻ അനുവദിക്കുമെന്നൊക്കെ ആയിരുന്നു പറഞ്ഞത്. അതെ, നമ്മൾ ഈ പശ്ചാത്തലം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസെടുത്തപ്പോൾ ഹൈക്കോടതിക്കെതിരെ ഒരുപാട് പേര് വിമർശനമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പട്ടികജാതിക്കാരനും ദളിതനും നടത്തുന്ന ഹർത്താലായപ്പോൾ ഹൈക്കോടതിക്കും ഇത് ഉയർന്നു എന്നും പറഞ്ഞ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു കണ്ടക്സ്റ്റിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്താണ്, ഈ സംഭവം നിർത്തണം. കാരണം ഇനി ഇതിന്റെ ഒരു പരമ്പര നടക്കാൻ പോവാ. ഈ CPM അധികാരത്തിന് പുറത്തു പോയാൽ ഉറപ്പായും കേരളത്തിൽ മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടയും. അവരന്നേരം ഈ ചോദ്യം ചോദിക്കുമ്പോൾ MV ഗോവിന്ദനെ പോലുള്ള പാർട്ടി സെക്രട്ടറിയൊക്കെ വന്ന് ഒരുമാതിരി വൃത്തികെട്ട വർത്തമാനം. ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ ഒരു വഴി തടഞ്ഞപ്പോഴും ഒരു സ്ത്രീ സ്കൂട്ടറിൽ വന്ന സ്ത്രീ, അതെ കടകംപള്ളി അത് തന്നെ അവര് ഓർമ്മയുണ്ടോ? പിന്നീട് ആ സ്ത്രീക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായില്ലേ. ഇവര് നിരന്തരം സോഷ്യൽ മീഡിയകൾ ചീത്തവിളിയും ഒരു ബഹളമായിരുന്നു. അവര് പിന്നെ അവരുടെ കട പൂട്ടിച്ചു, അവർ കോൺഗ്രസ്സുകാരാണെന്ന് കണ്ടെത്തുന്നു. അവർക്ക് അവരുടെ വീട്ടിലേക്ക് പോകാനുള്ള, കോൺഗ്രസ്സുകാരി ആണെങ്കിൽ ആയിക്കോട്ടെ, കോൺഗ്രസ്സുകാരിയാണെങ്കിലും അവർക്ക് പൗരാവകാശമൊന്നുമില്ലേ, അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതാണ്. ഇതാരും ഇതായിട്ട് വരുന്നല്ലോ. ഒരു കൊച്ചു പയ്യനെ ഒരിക്കൽ ചൂടാകുന്ന കണ്ടായിരുന്നു കഴിഞ്ഞിടയ്ക്ക് ഇതുപോലൊരു. അവന്റെ വീട്ടിലോട്ട് പോകാൻ പോലീസ് അതിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. പോലീസുകാരുടെ മാറി അങ്ങോട്ട്, എനിക്ക് എന്റെ വീട്ടിൽ പോകണം. സ്വാഭാവികമായിട്ട് അല്ല, ഇത് ഞാൻ പറയുന്നത് അടിയന്തരമായി നമ്മൾ ഹൈക്കോടതിയെ സമീപിക്കണം. അതാ, ഹൈക്കോടതിയെ സമീപിക്കുന്നില്ല, ഹൈക്കോടതി സ്വമേധയാ കേസെടുത്ത് ഹർത്താൽ പ്രഖ്യാപിക്കുക. അത് ഭരണസമിതി നടത്തുന്ന ഹർത്താലാണെങ്കിലും പ്രതിപക്ഷം നടത്തുന്ന ഹർത്താലാണെങ്കിലും കർശനമായിട്ട് നേരിടണം, കർശനമായ നടപടി ഉണ്ടാകണം. ഹർത്താൽ ആഹ്വാനം ചെയ്യുന്നവനെ അടക്കം ഹർത്താൽ എന്നുള്ള ഓമനെ പേരിട്ട് ഹർത്താൽ നിരോധിക്കുകയാണെങ്കിൽ ഇവർ വേറെ വല്ല പേരോട്. അപ്പൊ എന്താണ് ചെയ്യാന്ന് വെച്ചാൽ ഹർത്താൽ ആഹ്വാനം ചെയ്യുന്നവന്റെ സ്വത്ത് കണ്ടു കെട്ടിക്കൊണ്ട് വേണം, അതാണ് ആദ്യം ചെയ്യണം. എന്തൊക്കെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ ഹർത്താൽ അത് മുൻകൂറായിട്ട് ഇത് സീസ് ചെയ്ത് വെക്കണം. എന്ത് നഷ്ടം വന്നാലും ഈ സ്വത്തിൽ നിന്ന്. പിന്നെ ഒരു കാര്യമുള്ളത്, അതിൽ ചെറിയൊരു വിഷയമുള്ളത്, ഈ നേതാക്കന്മാർക്കെല്ലാം ബിനാമി സമ്പാദ്യമായിരിക്കുമല്ലോ ഉള്ളത്. അതെ, അതുകൊണ്ട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റും, അവർ നഷ്ടപ്പെടാനൊന്നുമില്ല. കാര്യം അവർ സ്വത്ത് ജപ്തി ചെയ്യാൻ എന്ത് ജപ്തി ചെയ്യാൻ വല്ലവൻ്റെ പേരിലായിരിക്കുമല്ലേ അവന്മാരെ ഈ കൊടുക്കുന്ന സ്വത്തും വസ്തുക്കളും വകയെല്ലാം. എന്തായാലും ഹർത്താലിന്റെ പേരിൽ നടക്കുന്ന ഇത്തരം പേക്കൂത്തുകൾ എതിർക്കപ്പെടണം. ഇന്നലത്തെ ഹർത്താലിൽ അഴിഞ്ഞാടിയ എല്ലാ സാമൂഹിക വിരുദ്ധരെയും അഴികൾക്ക് പിന്നിൽ എത്തിക്കുക തന്നെ വേണം. ഒപ്പം ഇതിന്റെ പിന്നിൽ തീവ്രവാദ ശക്തികൾ ഒഴിഞ്ഞു കയറിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഈ സംഘടനകളും പരിശോധിക്കണം. ഒപ്പം പോലീസും ഇവിടുത്തെ ഇന്റലിജൻസ് വിഭാഗം എല്ലാം പരിശോധിക്കേണ്ടതുണ്ട്.